Vision. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. റെട്രോ സ്റ്റൈൽ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ശരത്. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ശരത്. ശരത്, ഒന്നാ കണ്ണട ഞാൻ ആ കണ്ണൊന്ന് കണ്ടോട്ടെ. ശരത്തെ, ഇന്ന് ഒരു ഓൾഡ് സ്റ്റൈലിലാണല്ലോ വന്നിരിക്കുന്നത്. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ കുയിലിനെ തേടി എന്ന സിനിമയിലെ സിന്ദൂര തിലകവുമായി. ഓക്കെ ശരത്, നന്നായിട്ട് പെർഫോം ചെയ്യാം. സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? സമ്മാനം വാരിയോ? 3 ഫസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ശരത്തെ, ഈ പെർഫോമൻസ് കളിക്കുക. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുമീ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുമീ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ, പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും, പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ. കരളുമായി മനസ്സുമായി ആടിപ്പാടി ചേർന്നല്ലോ, കരളുമായി മനസ്സുമായി ആടിപ്പാടി ചേർന്നല്ലോ, ഇളം കിളി ഇണക്കിളി ഇനിയും നീ വരികില്ലേ, കുളിരുമായി നീ മധുരമായി നീ മൃദുല ഭാഷിണി പറന്നു പറന്നു വാ, പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ. കൊതിച്ചു ഞാൻ ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ, കൊതിച്ചു ഞാൻ ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ, മരാളികേ മനോഹരി ഇനിയും നീ വരികില്ലേ, മിഴിയിലായിരം കഥയുമായി
മായി നീ ഹൃദയമോഹിനി പറന്നു പറന്നുവാ. പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ. രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ. പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും. പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ. ശരത്, നല്ലൊരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു ശരത്. താങ്ക് യു. ആൻഡ് കൊറിയോഗ്രാഫേഴ്സ് അവരും കലക്കി. ഇനി ശരത്തിന്റെ കമന്റ്സ് അറിയാം. ബി ചേട്ടാ. ശരത് യെസ് സർ. ഭംഗിയായിട്ട് പാടി. താങ്ക് യു സർ. ഒരു കുഴപ്പം തോന്നിയില്ല. നല്ല കൊറിയോഗ്രാഫിയും നല്ല ഓർക്കസ്ട്രയും എല്ലാം കൊണ്ട് ടോട്ടലി ഒരു നല്ലൊരു വിരുന്നായിരുന്നു. എന്താണ്, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളും മിസ്റ്റേക്സ് ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ മോനെ. അത് ആകെ എനിക്ക് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നു, പദ സാ എന്നുള്ളത് കുറച്ച് ശകാരം വരുന്നുണ്ട്. അത് ശരത്ത് എന്ന പേരായതുകൊണ്ടാണോ? ചിലർ ഷാക്ക് ഷാ എന്ന് പറയും, ചിലർക്ക് സാ പറയുമ്പോൾ കുറച്ച് എയർ പല്ലിന്റെ ഇടയിൽ കൂടി പോകും. അങ്ങനെ കുറെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു സ്ഥിരം അങ്ങനെയാണോ? അതോ ശരത്ത് പറഞ്ഞു, അല്ല അനൂപ് പറഞ്ഞു ശരത്ത് അത് ഒരുപാട് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അങ്ങനെ വരുന്നുള്ളൂ എന്നൊരു സംശയം. അത് ക്ലിപ്പ് ഇട്ടുണ്ടായിരുന്നു, അതിന്റെ തോന്നുന്നു. ക്ലിപ്പ് ഇട്ടതുകൊണ്ടാണോ? ക്ലിപ്പ് ഇട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു ഇതാന്ന് തോന്നുന്നു, അറിയില്ല. അതായിരിക്കും അല്ലെ. എന്നാലും അത് ഒന്ന് ശരിയാക്കാൻ നോക്കൂ കേട്ടോ. കാരണം ഇപ്പൊ സംശയം എന്ന് പറയുന്ന വാക്കിൽ രണ്ടും വരുവേ, സായും ഷായും വരും. അപ്പൊ അവള് കുഴഞ്ഞു പോകും. ഒന്ന് പറഞ്ഞ സംശയം കണ്ടാ സുഖമായിട്ട്. എന്താ പദശ മറ്റേ ഞാനൊരു നസീർ സാറിനെയൊക്കെ നമ്മള് പറയൂലേ, ആ സിന്ദൂര എന്ന് പറയില്ലേ, സിന്ദൂര, അതേപോലെ ഞാൻ എങ്ങനെയാണോ? എന്തായാലും നന്നായി കേട്ടോ അവനെ. അപ്പൊ ക്ലിപ്പ് ഇട്ടതാണ് പ്രശ്നം. ക്ലിപ്പിടും എന്ന് പറയുന്ന ആരാ? മാളച്ചേട്ടനോ? മോനെ ശരിയാണ്, എന്താ ഒന്നും പറയാനില്ല. കാരണം മോന് അസലായിട്ട് തന്നെ പാടി പാട്ട്. ആ പാട്ടിന്റെ ഒരു പെപ്പി നമ്പറാണ് ശരിക്കും. സിന്ദൂര തിലകവുമായി പുലിയല്ലല്ലോ, കുയിലല്ലേ? പുലിയെ പുലിയാണെങ്കിലും കുയിലാണെങ്കിലും നല്ല രസമായിട്ട് പാടി. കുറെ അനുപം പറഞ്ഞ് സായുടെ പ്രശ്നം പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു ഇപ്പൊ ആദ്യത്തെ പദശ കുറച്ചേ വന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടെല്ലാം അതൊക്കെ ബാക്കിയെല്ലാം സാ മാക്സിമം പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇന്നും ഗാനമേള വേദികളിലൊക്കെ എല്ലാവരും പാടി നടക്കുന്ന ഒരു പാട്ടാണ്. റെട്രോ റൗണ്ടിൽ ഒരു മലയാള ഗാനം കേൾക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം അല്ലെ. കൂടുതലും തമിഴിലോ ആയിരുന്നു നമ്മുടെ കോൺസെൻട്രേഷൻ. പക്ഷെ വളരെ ഭംഗിയായിട്ട് കൊറിയോഗ്രാഫി എല്ലാരും കൂടെ ഒന്ന് ചേർന്ന്. ആ നീല കണ്ണാടി എവിടെ കിട്ടും? മറ്റേ നോക്കുന്ന ദൂരത്തെ കണ്ണാടി ഒന്നും ഇല്ലല്ലോ അല്ലേ ലാലേട്ടൻ ഇടുന്നേ? ലാലേട്ടനോട് പറയണ കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാനാ. ഓക്കെ മോനെ, ശരി. ശരത്, കുയിലിനെ തേടി എന്ന സിനിമയിലെ ഒരു എവർഗ്രീൻ പെപ്പി നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ശ്യാം ചുനക്കര രാമൻകുട്ടി അവരുടെ കോമ്പിനേഷൻ വന്ന പാട്ട്. എനിക്ക് ശരത്തിന്റെ സിംഗിങ്ങിൽ നേരത്തെ ജഡ്ജസ് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു ഫ്ലോ ഒന്നും തന്നെ തോന്നിയില്ല. വളരെ ക്ലീൻ ആയിരുന്നു മോന്റെ സിംഗിങ്. പിന്നെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, വളരെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം, ഇപ്പൊ നമുക്ക് ഈ ജോണറിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പാട്ടുകൾ, ഇപ്പൊ ഈ പാട്ട്, ഉല്ലാസപ്പൂത്തിരികൾ തുടങ്ങിയ കുറച്ച് ഗാനങ്ങളുണ്ടല്ലോ. അപ്പോൾ ജനറലി മറ്റ് റിയാലിറ്റി ഷോസിനും വേദികളിലും ഈ പാട്ട് ഒരുപാട് എനർജറ്റിക് ആയിട്ട് ഒരുപാട് പേര് പാടി കേട്ടിട്ടുണ്ട്. പക്ഷെ അത്ര എനർജി ഇല്ല പാട്ടിന് ആക്ച്വലി. ഇപ്പൊ മോൻ പാടിയതാണ് അതിന്റെ കറക്റ്റ് ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത്. മറ്റേ ഉല്ലാസപ്പൂത്തിരികൾ ഇസ് എ മോർ എനർജറ്റിക് സോങ്. പക്ഷെ ഇത് കുറെ പേര് സിന്ദൂര തിലകവുമായി പുള്ളിക്കുരുന്ന് അടിച്ചു പൊളിച്ച് പാടുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ എനർജി ഇല്ല പാട്ടിന്. ഇപ്പൊ മോൻ പാടിയത് എന്താണോ അതാണ് അതിന്റെ ഒരു കറക്റ്റ് ബാലൻസ്ഡ് എനർജി ലെവൽ. എന്നാൽ അതിനൊരു റിമി പറഞ്ഞ പോലെ അതിന്റെ ഒരു പെപ്പിനെസ്സും ഉണ്ട് ആ പാട്ടിന്. അപ്പൊ ആ ഒരു ബാലൻസ് മോൻ വളരെ കറക്റ്റ് ആയിട്ട് റെൻഡർ ചെയ്തു. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ആൻഡ്
വെരി ബ്യൂട്ടിഫുള്ളി കൊറിയോഗ്രാഫ്ഡ് ഓൾസോ. അവരുടെ ഹാൻഡ് ഗ്ലൗവും സ്പെഷ്യലി എനിക്ക് അവരോട് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ലാസ്റ്റ് പല്ലവിയുടെ കൊറിയോഗ്രാഫി വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അവർ ചെയ്തത്. ആ ലിറിക്സിനനുസരിച്ച് വളരെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് നല്ല എസ്തെറ്റിക് ആയിട്ടും ചെയ്തു. അതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മോന്റെയും അവരുടെ ഒപ്പമുള്ള ഇന്ററാക്ഷൻ നന്നായിരുന്നു. സിംഗിങ് വാസ് ഓൾസോ ഗുഡ് ആസ് ഓൾവേസ്. പിന്നെ മോനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമ്മുടെ സിംഗേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ പിച്ച് ഔട്ടുകൾക്കുള്ള ടെൻഡൻസി വളരെ കുറവാണ് ശരത്തിന്. അതൊരു ദൈവാനുഗ്രഹമാണ്. സോ ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു അനുപേട്ട. ശരത്, ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലെ ശരത്? ബിചേട്ടാ? ശരത്തിന്റെ മാർക്ക് 28.25 on 30. താങ്ക് യു സർ. ആൻഡ് എക്സ്പ്രഷന് 2.75. താങ്ക് യു സർ. താങ്ക് യു ബിചേട്ടാ. റിം ചേച്ചി? 28.5, താങ്ക് യു 2.75. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. അനുപേട്ട? മോനെ ഞാനും 28.25 on 30. സ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് വാസ് വെരി ഗുഡ്. 3.75 on 4. താങ്ക് യു സർ. Thank you, Anuveta. Sharath, your total score is 94.25 on 100. Brilliant, Sharath. ഫിഫ്ത് സ്റ്റേജ് കുഴപ്പമില്ല അല്ലേ ശരത്? ഓക്കെ, ഇനിയും പെർഫോമൻസുകൾ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് ഒന്നും കൂടി ഉണ്ട്. അപ്പൊ അതിൽ നന്നായിട്ട് പെർഫോം